നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പഠിക്കേണ്ടതിനാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. അത് യുവാക്കളിൽ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ പ്രാധാന്യമെന്ത് എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിരിക്കും, ലോകത്ത് 100 കൊല്ലങ്ങൾ നീണ്ടുനിന്ന 2 പ്രബല യുദ്ധങ്ങളുണ്ടായിരുന്നു. 100 കൊല്ലങ്ങൾ. രണ്ടും ഇംഗ്ലണ്ടായിരുന്നു ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ബ്രിട്ടൻ. മറുവശത്ത് ഫ്രാൻസായി. ആദ്യ യുദ്ധം നടക്കുന്നത് 1337 തുടങ്ങുന്നത്. അത് 1454 വരെ 100-ലധികം കൊല്ലങ്ങൾ നീണ്ടു നിന്നു. രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1689 അത് തീരുന്നത് 1815. രണ്ട് യുദ്ധവും ഏതാണ്ട് 200-ലധികം വർഷം നീണ്ടു നിന്നു. യുദ്ധത്തിൽ സത്യത്തിൽ ആരും ജയിക്കാറില്ല. യുദ്ധം വിനാശകരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ ഇന്ത്യ പാക് യുദ്ധമല്ലെങ്കിലും യുദ്ധസമാനമായ അന്തരീക്ഷം സംജാതമായി. തത്വത്തിൽ ഇന്ത്യക്ക് നിർണായകമായ വിജയമുണ്ടായി. പക്ഷെ അതൊരു നഷ്ടമാണ്. കാരണം ഒരു ഷെല്ല് ആക്രമണം നടത്തുമ്പോൾ നമുക്ക് 10,000-കണക്കിന് ഇന്ത്യൻ റുപ്പി ചിലവാണ്. ഒരു ഷെൽ മഴയുടെ വർഷം എത്ര കോടി റുപ്പിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. അനവസരത്തിൽ പ്രയോഗിച്ച പാകിസ്ഥാൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ വലിയ സമ്പത്ത് നമുക്ക് മുടക്കേണ്ടി വന്നു. ഇനി യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ആക്രമിച്ചെടുത്താൽ അതും നഷ്ടമാണ്. കാരണം അവിടെയുള്ള മനുഷ്യരെ തീറ്റിപ്പോറ്റി പരിപാലിച്ച് ആ രാഷ്ട്രത്തെ കൂടെ കൊണ്ടുപോകണം നമ്മൾ. പ്രയാസമാണ്. അപ്പോൾ യുദ്ധം പ്രത്യേകിച്ച് ഗുണമല്ല, ദോഷമാണ് തരുന്നത്. പക്ഷെ 200 വർഷം യുദ്ധം ഇങ്ങനെ നീണ്ടു നിന്ന് എന്തിനാ? ചില രാജ്യങ്ങൾക്കൊരു സാമ്രാജ്യത്വ മോഹമുണ്ട്. തങ്ങൾക്ക് കീഴിൽ ചെറുകിട രാജ്യങ്ങൾ വരണം. അങ്ങനെ ആഗ്രഹിച്ചൊരു രാജ്യമാണ് ഫ്രാൻസ്. അത് നടപ്പിലാക്കിയൊരു രാജ്യമാണ് ബ്രിട്ടൻ. അത് നടപ്പിലാക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു രാജ്യമാണ് ഇന്നത്തെ തുർക്കി. പക്ഷെ ഇവരറിയുന്നില്ല യുദ്ധമുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഏതൊക്കെയാണ്. ഞാനതിൻ്റെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാം. 200 വർഷം യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൽ ഏറ്റവും അധികം പങ്കെടുക്കേണ്ടി വരുന്നത് പുരുഷന്മാരാണ്. ഇന്നിപ്പോൾ സ്ഥിതി മാറി. സ്ത്രീകൾ യുദ്ധത്തിൽ നിർണായക റോളുണ്ട്. ഇസ്രായേലിലൊക്കെ യുദ്ധത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നതിൽ സൈനിക മേധാവികളായി ഒരേ സമയത്ത് ആർട്ടിലറിയിലും മറ്റ് ഇൻഫൻട്രിയിലും എല്ലാം സ്ത്രീകളുണ്ട്. പക്ഷെ പണ്ടങ്ങനല്ല, പുരുഷന്മാരാണ് യുദ്ധ രംഗത്തേക്ക് പോകുന്നത്. കാരണം യുദ്ധസങ്കല്പം ഒന്നുകിൽ വാളും പരിചയമൊക്കെയുള്ള ഏറ്റുമുട്ടലോ തോക്ക് കൊണ്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള അഭിമുഖ യുദ്ധമെന്ന രീതി മാറി. അന്ന് പുരുഷന്മാർ യുദ്ധത്തിൽ പോകുന്ന അധികം പേരും മരിച്ചു. സൈനികർ മരിച്ചാൽ പിന്നെ അടുത്തത് വിളിക്കുന്നത് മറ്റ് പുരുഷന്മാരെയാണ്, ജനസാമാന്യങ്ങളെയാണ്. ഗണ്യമായ നിലയിൽ പുരുഷന്മാർ മരിച്ച ഇംഗ്ലണ്ടിനെ കാത്തിരുന്നൊരു ദുരന്തം. പുരുഷന്മാരില്ല, സ്ത്രീകളുണ്ട് താനും. ഈ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ യൗവനക്കാരില്ല, വിവാഹിതരെ സംരക്ഷിക്കാൻ പുരുഷന്മാരില്ല. ചുരുക്കത്തിൽ സ്ത്രീകൾ വല്ലാതെ
ഒറ്റപ്പെടൽ അനുഭവിക്കുകയും അവിടെ ദുർമാർഗികളായ പുരുഷന്മാരും അസന്മാർഗവൃത്തി വഴിയായി തിരഞ്ഞെടുത്ത നിരവധി ആളുകൾ അഴിഞ്ഞാടുന്നൊരു സ്ഥിതി വരുമ്പോൾ എങ്ങനെയും ഒരു പുരുഷൻ്റെ പരിരക്ഷ ഒരു സ്ത്രീക്ക് വേണം എന്നൊരവസ്ഥ. പരിണിതഫലമായിട്ട് സ്ത്രീകൾ ഗണ്യമായ തോതിൽ തെറ്റായ വഴിയിലേക്ക് നീങ്ങാൻ ബാധ്യസ്ഥരായി. അവർ ബോധിച്ച പുരുഷനൊപ്പം ജീവിക്കാൻ ബാധ്യസ്ഥരായി. ഇങ്ങനെയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ ധാർമ്മികത നഷ്ടപ്പെട്ടത്. അപ്പോൾ യുദ്ധം ധാർമ്മിക അധപ്പതനം ഉണ്ടാക്കിയല്ലേ, വാല്യൂസ് എല്ലാം പോയി. ഒരു ചെറിയൊരാശ്വാസം സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ ഒപ്പം കിട്ടി പരിരക്ഷയ്ക്ക്. അപ്പോൾ അനാഥമായതാരാന്നറിയണ്ടേ? കുട്ടികളാണ്. ഈ കുട്ടികൾ എന്ത് ചെയ്യും? ആ സ്ത്രീയെ ഒരു പുരുഷൻ കൊണ്ടുപോയി, അവർ ജീവിക്കുക. കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അരക്ഷിതാവസ്ഥ അവരെ ക്രിമിനലുകളാക്കി. അപ്പനും അമ്മയും വീട്ടിലില്ല, വീട്ടിൽ സംരക്ഷിക്കാൻ ആരുമില്ല. കുട്ടിക്ക് ആഹാരം വേണം, പഠനം വേണം, വസ്ത്രം വേണം. ഇതൊക്കെ കിട്ടാത്ത പരിതസ്ഥിതിയിൽ കുട്ടികൾ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു ക്രമേണ. കൊച്ചുകുട്ടിയിൽ തന്നെ കുറ്റവാസന ഉണ്ടായി. തെറ്റായ പ്രവണതകൾ അവർ കാട്ടാൻ തുടങ്ങി. വഴിയിലൂടെ പോകുന്ന മനുഷ്യരുടെ ശരീരത്തിലേക്ക് ചെളി നിറഞ്ഞ വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി. അവരെ കാണുന്നവരൊക്കെ തല്ലാൻ തുടങ്ങി. അവരുടെ ശരീരത്തിലേക്ക് ചുട്ടുപഴിപ്പിച്ച ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ഈ പരിസ്ഥിതിയിൽ നമ്മൾ കുറേ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ശരിക്കും കുഞ്ഞുങ്ങളാണ്. ഇത്തരം കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ട് ഇവരെ ഒന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില മനുഷ്യർ പള്ളികളെ സമീപിച്ചു. അപ്പോൾ പള്ളികൾ മറ്റൊരു രീതിയിലാണ് പോകുന്നത്. അവർക്ക് പുതുതായിട്ട് ആരെയും വേണ്ട, ഞങ്ങൾ സെക്യൂറാണ്, ഇവിടെ നശിപ്പിക്കാൻ പാടില്ല, കുട്ടികൾ കയറി വന്ന എന്നൊരു മനുഷ്യൻ ഇത്തരം കുട്ടികളെ ചേർത്തുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് സൺഡേ സ്കൂൾ. നിങ്ങൾക്കറിയാതെ എത്ര അഭിമാനമാണ്. യുദ്ധങ്ങൾ തള്ളിക്കളഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വാരിയെടുത്ത് രൂപീകരിച്ചൊരു സ്ഥാപനമാണ് സൺഡേ സ്കൂൾ അല്ലേ. യുദ്ധത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് സൺഡേ സ്കൂൾ. അപ്പോഴേക്കും ഈ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം ശക്തിപ്പെട്ടു. സൺഡേ സ്കൂളുകളും യുവജന പ്രവർത്തനങ്ങളും എല്ലാം ശക്തിമത്തായി. ഇവാൻസ് റോബർട്ടിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണർവും വെയിൽസിലുമൊക്കെ വലിയ ഉണർവും വചന പഠനവും ഒക്കെ ആരംഭിച്ചു. വലിയ മാറ്റം ഉണ്ടായി. ഈ വലിയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് ഇംഗ്ലണ്ട് കൊണ്ട് ഒതുങ്ങിയില്ല. അത് ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്ക് വ്യാപരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്കും വന്നു, കേരളത്തിലേക്കും വന്നു. ഇപ്പോൾ കേരളം ഇന്നായിരിക്കുന്ന മലയാളികൾ ഇന്ന് ആർജിച്ചിട്ടുള്ള അറിവും അനുഭവങ്ങളും വിദ്യാഭ്യാസവും പുരോഗതിയുടെ എല്ലാം പിന്നിൽ ഇംഗ്ലണ്ടിലുമൊക്കെ പൊട്ടിമുളച്ച ഉണർവിൻ്റെ തീപ്പൊരി ഒരല്പം ഇവിടെയും വന്ന് വീണു എന്നതാണ് അതിലെ സന്തോഷം. ഞാനിത് പറയാൻ കാരണം, ഏറ്റവും ഒടുവിൽ കേസരി എന്ന ഒരു മാസിക RSSൻ്റെ മുഖപത്രമുണ്ട്. അതിൻ്റെ പത്രാധിപരായിട്ടുള്ള ശ്രീ NR മധു എന്നൊരു മാന്യദേഹം ഒരു ചോദ്യം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ക്രൈസ്തവർക്കിടയിൽ എന്തുകൊണ്ട് നവോത്ഥാന നായകന്മാരില്ല? ഇപ്പം നാരായണഗുരു, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, അങ്ങനെ നിരവധി ആളുകൾ ഹിന്ദു സമുദായത്തിൻ്റെ ഇടയിൽ നിന്നുണ്ട്. അയ്യാ വൈകുണ്ഠസ്വാമി, നിരവധി പേരുണ്ട്. എന്തുകൊണ്ട് ക്രൈസ്തവർക്കിടയിൽ നിന്ന് ഇത്തരം ആളുകളില്ല? ഒറ്റ കാരണം അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ടാണ്, ഇല്ല എന്നുള്ള ചിന്ത. നമുക്കാണ് കൂടുതലുള്ളത് അല്ലേ, അധികം ആളുകൾ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ക്രൈസ്തവർക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും വന്ന നവീകരണത്തിന് രണ്ട് സ്വഭാവം. ഹിന്ദു സമൂഹങ്ങൾക്കിടയിലോ ഉള്ളതുപോലെ ഒരു നവീകരണ ആവശ്യം ക്രൈസ്തവർക്കിടയിൽ ആവശ്യമായി വന്നില്ല. ക്രൈസ്തവർ ചെയ്ത നവീകരണം പൊതുജനത്തിന് വേണ്ടിയാണ്, മുഴുവൻ ജനത്തിനും വേണ്ടിയാണ്.
ഹിന്ദു സമൂഹത്തിൽ സംഭവിച്ചെന്താ? വാസ്തവത്തിൽ ഈ നവോത്ഥാനമല്ല ശരിക്കും വരുന്നത്, അതാത് ജാതിയെ പരിഷ്കരിക്കുകയാണ് ഇവർ ചെയ്തത്. ഒരു ജാതിയെ, അല്ലെങ്കിൽ ഈ നായകന്മാർ ഉൾക്കൊണ്ട ജാതീയത, SNDP ഈഴവ സമൂഹമോ നാടാർ സമൂഹമോ പുലയ സമൂഹമോ, അവിടെയുള്ള പുഴുക്കുത്തുകൾക്കെതിരെ അവരെ ശക്തിപ്പെടുത്തുക ചെയ്തത്. അതേ ചെയ്യാൻ പറ്റുമോ? അവരെ കുഴപ്പമില്ല. പക്ഷെ ക്രൈസ്തവൻ വിദ്യാഭ്യാസം കൊടുത്ത ഒരു ജാതിക്കല്ലേ, എല്ലാവർക്കുമാണ്. ക്രൈസ്തവൻ്റെ കലാലയങ്ങളിൽ പഠിച്ചത് നാനാജാതി മതസ്ഥരാണ്. യഥാർത്ഥ നവീകരണം ഇവിടെ തന്നെ രൂപപ്പെട്ടെ. ഞാനത് സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വരാം. ഈ നവീകരണം നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ആശയം എങ്ങനെയാണ് കേരളത്തിൽ, ആദ്യം ക്രൈസ്തവരുടെ തന്നെ ഞാൻ പറയാം, മറ്റുള്ളവരോടെ നിൽക്കട്ടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും വചന പഠനത്തിൻ്റെ ഗൗരവം എന്താ. കേരളത്തിലെ ക്രൈസ്തവർ, പരമ്പരാഗത ക്രൈസ്തവർ, ഈ സമൂഹം ഇവിടുത്തെ ഹിന്ദുക്കളിൽ നിന്നൊട്ടും വ്യത്യസ്തരായിരുന്നില്ല, ഒന്നുകൊണ്ടും വ്യത്യസ്തരായിരുന്നില്ല. ആചാരമെടുത്താൽ, രീതികളെടുത്താൽ, സംസ്കാരമെടുത്താൽ, മനുഷ്യത്വമെടുത്താൽ, എല്ലാം കൊണ്ടും പരമ്പരാഗത ഹിന്ദുക്കളും പരമ്പരാഗത ക്രിസ്ത്യാനികളും ഒരുപോലെയാണ് ഇവിടെ കഴിഞ്ഞത്. നല്ല സമഭാവനയോടെ കഴിഞ്ഞു, നല്ല കേട്ടോ, വ്യത്യാസമാണ്. കൊച്ചിയിലെ പ്രബലങ്ങളായ പള്ളികൾ 6 ദിവസം അടിമകളെ സൂക്ഷിക്കുന്ന ഗോഡൗണുകളായി. പള്ളിക്കകത്ത് അടിമകളെ പാർപ്പിച്ചിരിക്കുക. ആ അടിമകളെ 7-ാം ദിവസം പള്ളിക്ക് പുറത്തിറക്കി മരത്തിൻ്റെ തണലിലൊക്കെ ബന്ധിച്ചിരുത്തിയ ശേഷം പള്ളിയിൽ പാട്ടും കുർബാന ആരാധനയൊക്കെ നടക്കും. ഉച്ച കഴിഞ്ഞ് ഇവരെ ലേലം ചെയ്യും. ഇതായിരുന്നു നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥ. ഈ ആളുകൾ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങുന്നതും വിലപേശി വാങ്ങുന്നതും ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ലെന്ന്. ഇനി മറ്റൊന്ന്, ഈ രാജ്യത്ത് നിലനിന്നിരുന്ന എല്ലാ ദുരാചാരങ്ങളും പള്ളികളിലുണ്ടായിരുന്നു. പള്ളികൾക്കകത്ത് തേര് വലിക്കുന്ന ഹൈന്ദവ രീതി നിലനിന്നിരുന്നു. പള്ളികൾക്കകത്ത് മന്ത്രവാദികളെ അനുവദിക്കുന്ന രീതി നിലനിന്നിരുന്നു. ക്രൈസ്തവ പേരുള്ള മന്ത്രവാദികളുണ്ടായിരുന്നു, ആഭിചാരകർമ്മം ചെയ്യുന്ന ആളുകൾ. ഇതാണ് നമ്മൾ കേൾക്കുന്ന കടമറ്റം എന്നൊക്കെ പേര് കേൾക്കുന്ന കടമറ്റം, കത്തനാരൊക്കെ മാന്ത്രികന്മാരായിരുന്നു. ഇതേപോലെ രസകരമായൊരു കാര്യം, 1899 കൊച്ചി പള്ളിക്കോട്ട ശാസനം എന്ന പേരിൽ ഒരു വിളംബരമുണ്ട്. എന്തായിരുന്നു വിളംബരം എന്നറിയണ്ടേ? എല്ലാ വർഷവും മിഥുനമാസം 29-ാം തീയതി പള്ളിയിലൊരു പ്രത്യേക ആചാരം നടന്നിരുന്നു. കോലഞ്ചേരി പള്ളിയിൽ, എറണാകുളത്ത്. അന്ന് വിശുദ്ധ പത്രോസിൻ്റെയും പൗലൂസിൻ്റെയും തിരുനാളായിരുന്നു. ആ തിരുനാളിലുള്ള പ്രധാനപ്പെട്ട നേർച്ച ചാരായമാണ്. ഈ ചാരായം പള്ളിയിൽ കൊണ്ട് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് പുരോഹിതൻ വിശ്വാസിക്ക് കൊടുക്കുന്നു. വിശ്വാസി വിശേഷപ്പെട്ട ഈ വിശുദ്ധ ചാരായം വീട്ടിൽ കൊണ്ട് കുടിക്കുന്നു. എല്ലാവർക്കും അല്പാൽപ്പം കൊടുക്കുന്നു. ഇതിൻ്റെ ശക്തി പോകാതിരിക്കാൻ അതിലേക്ക് വീണ്ടും വീണ്ടും പുതിയത് ചേർക്കുന്നു. അന്ന് സർക്കാരിന് അപേക്ഷ വെച്ചിട്ട് എക്സൈസ് വകുപ്പിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടി പള്ളിയുടെ മുമ്പിൽ ഉപഷാപ്പ് തുറക്കുന്നു. ചരിത്രത്തിലുള്ള, ചുമ്മാ പറയുന്നല്ല. ഇതായിരുന്നു ക്രിസ്ത്യാനിറ്റി. ഇനി ഹിന്ദുക്കളായ സഹോദരങ്ങൾ അവിടെ ആരാധിച്ചു വന്നിരുന്ന ആരാധനാമൂർത്തിക്ക് പേര് മാറ്റിയിട്ട് പെരുന്നാളുകൾ ആചരിച്ചു. ദേവഗണങ്ങൾക്കൊക്കെ രൂപവും ഭാവവും മാറ്റിയിട്ട് ആചാരങ്ങൾ അപ്രകാരം നിലനിർത്തി. അപ്പോൾ അയിത്തം നിലനിന്നു, ദുരാചാരം നിലനിന്നിരുന്നു, മന്ത്രവാദം നിലനിന്നിരുന്നു. ഇത്തരം എല്ലാ ഏർപ്പാടുകളും നിലനിൽക്കേ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മിഷനറിമാർ വന്നു. മിഷനറിമാർ ഇവിടുത്തെ രീതികൾ കണ്ട് അമ്പരന്നു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടിമത്തത്തിനെതിരെ ആദ്യം മദ്രാസ് റെസിഡൻസിന് കത്തെഴുതുന്നത്, ഭരണാധികാരികൾക്ക് കത്തെഴുതുന്നത് 13 മിഷണറിമാർ ചേർന്നാണ്. രാജ്യം കടന്നു പോകുന്നു, ഇങ്ങനൊരു പ്രശ്നം, അതൊന്ന് മാറ്റണം.
മാത്രമല്ല ക്രമാനുഗതമായി പള്ളിക്കുള്ളിൽ നിന്ന് ഈ ദുരാചാരങ്ങളെ ഘട്ടം ഘട്ടമായി നീക്കാൻ അവർ തയ്യാറെടുത്തപ്പോൾ മിഷണറിമാരോട് ഏറ്റവും അധികം എതിർത്ത് നിന്നത് ക്രൈസ്തവരായിരുന്നു, പരമ്പരാഗത ക്രൈസ്തവരായിരുന്നു. സ്വാഭാവികമായിട്ട് ഇതൊക്കെ പോകുമ്പോൾ വരുമാനം നിലയ്ക്കും, അവർക്കറിയത്തില്ലേ. ഒടുക്കം മിഷണറിമാർ പഠിച്ചു വന്നു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ മാറാത്തെന്താണ്. ഒടുക്കമാണ് കാരണം മനസ്സിലാവുന്നത്. പള്ളികളിൽ ബൈബിളില്ല. പള്ളികളിലുള്ളതാകട്ടെ സുറിയാനി ഭാഷയിലെ ബൈബിളിൻ്റെ ഏതാനും ഭാഗമാണ്. അത് അത്യാവശ്യം ഒരാൾ ഉരുവിടാൻ പഠിക്കും, പറയാൻ പഠിക്കും. ഈ പറയാനുള്ള അറിവ് കിട്ടിയ ഒരാൾ, വിശേഷിച്ചൊരു പുരോഹിതൻ്റെ സഹോദരിയുടെ പുത്രൻ, ഈ പള്ളിയിൽ തന്നെ നിന്ന് പഠിക്കും. അയാൾ ക്രമേണ അച്ഛനാവും. സെമിനാരിയില്ല, അധ്യയനത്തിന് വഴികളില്ല. ഈ ആഴ്ച ഇവിടെ വായിച്ച സുറിയാനി നോട്ടുകൾ അടുത്ത പള്ളിയിൽ കൊടുക്കണം, കാരണം ഈ പുസ്തകം ഇതേ ഉള്ളൂ. അങ്ങനെയാണ് അവിടെ ബൈബിളിന് ജനങ്ങൾ വായിക്കാൻ പാകത്തിന് പരിഭാഷകൾ ഉണ്ടാകണം എന്നവരാഗ്രഹിച്ചു. ഇപ്പോഴേക്ക് 1906 ആകുമ്പോഴേക്കും തമിഴ് ബൈബിൾ ഉണ്ടായിക്കഴിഞ്ഞു. മലയാളത്തിൽ ബൈബിൾ ഉണ്ടാകാൻ പിന്നെയും കാലമെടുത്തു, ഫുൾ ബൈബിൾ ഉണ്ടാകാൻ. ബൈബിള് ആദ്യത്തെ 4 സുവിശേഷം ബോംബെയിൽ അച്ചടിക്കുകയാണ്. വീണ്ടും സമഗ്രമായ നിലയിൽ മുഴുവൻ ബൈബിളും അച്ചടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ആ കൂടെ ജനങ്ങൾക്കും ഇത് വായിക്കണമല്ലോ. അങ്ങനെ ജനങ്ങൾ ബൈബിൾ വായിക്കുക എന്ന ലക്ഷ്യത്തോടെ അവരെ പള്ളിയുടെ അരികിൽ പരിസരത്ത് കുടിലുകൾ കെട്ടിയുണ്ടാക്കുകയോ ഓലഷെഡുകൾ കെട്ടിയുണ്ടാക്കുകയോ ചെയ്തുകൊണ്ട് അക്ഷരം പഠിപ്പിക്കാനും തയ്യാറായി. ആ അക്ഷരം പഠിക്കുന്ന കൂടെ ഗണിതം പഠിച്ചു, അവർക്കറിവുള്ള ശാസ്ത്രം പഠിച്ചു. ക്രമേണ പള്ളിയുടെ ചാർത്ത്, അവിടെയുള്ള ജനങ്ങളുടെ കൂടിവരവിനെ പള്ളിക്കൂടം എന്ന് വിളിച്ചു. പള്ളിയിലെ കൂട്ടം. ആ പള്ളിയിലെ കൂട്ടങ്ങളാണ് പിന്നെ സ്കൂളായിട്ട് മാറുന്നത്. അപ്പോൾ അക്ഷരം പഠിച്ചു, വായിക്കാൻ പഠിച്ചു, അത്യാവശ്യം കണക്ക് കൂട്ടാൻ പഠിച്ചു, കൂടെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു, വ്യാകരണം പഠിച്ചു. ക്രമേണ ആളുകൾ ബൈബിൾ എളുപ്പത്തിൽ വായിക്കുകയും പാട്ട് പുസ്തകങ്ങൾ നോക്കി പാട്ട് പാടാൻ പഠിക്കുകയും ചെയ്തപ്പോൾ ഇവർ തന്നെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്കിടയിൽ ബൈബിൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങളുടെ പോക്ക്. അവരുടെ ഉള്ളിലൊരു അന്തസംഘർഷം രൂപപ്പെട്ടിട്ട് മന്ത്രവാദം പോലെ, ദുരാചാരം പോലെ, വഴിപാടിന് ചാരായം കുടിക്കുന്ന അനുഭവങ്ങൾ പോലെ നിലനിന്നിരുന്ന ദുരാചാരങ്ങളോട് പടവരുതി അവരിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി. മിഷണറിമാർ ഈ മാറ്റത്തിന് വേണ്ടി ശ്രമിച്ച് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുകയും മൊത്തത്തിൽ ഇവർക്ക് പറ്റിപ്പോയ ഇത്തരം അബദ്ധങ്ങളെ തിരുത്തി മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചുപോയ ഒരാളുടെ ഓർമ്മകൾ ആചരിക്കുന്ന ഏർപ്പാട്, മരിച്ചവനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകൾ, ഇവയെല്ലാം നിങ്ങൾക്കിടയിൽ നിന്ന് മാറണം. കർശനമായി ഈ രീതികൾ വന്നപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ വരുമാനം കുറയ്ക്കുന്ന പണിയാണ്. സംഗതി നവീകരണമാണെങ്കിൽ ഇതൊക്കെ ചെറിയ ചില്ലറ കിട്ടുന്ന ഏർപ്പാടല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? മിഷണറിമാരുമായി പാടെ ബന്ധം വേർപെടുത്തി കേരളത്തിലെ സഭകൾ തനത് രൂപത്തിൽ നിന്നു. നിങ്ങൾ തന്ന പൈസയ്ക്ക് നന്ദി, നിങ്ങൾ തന്ന ബൈബിളിന് നന്ദി, നിങ്ങൾ തന്ന അറിവിന് നന്ദി, ഞങ്ങൾ പക്ഷേ വഴങ്ങത്തില്ല. അങ്ങനെ മാറി നിന്നപ്പോൾ അതിനകത്ത് നിന്ന് മിഷണറിമാർക്കൊപ്പം ചേരാതെയും പരമ്പരാഗത രീതി പിന്തുടരാതെയും ഒരു മൂവ്മെൻ്റ് ശക്തിപ്പെട്ടു വന്നു. അതിൻ്റെ പേരാണ് മാർത്തോമാ സഭ. മാർത്തോമാ സഭ ചെയ്തെന്താ? മിഷണറിമാരോട് കൂടിയില്ല, അതുപോലെ തന്നെ പരമ്പരാഗത രീതി പിന്തുടർന്നില്ല. ഇതിന് നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ഒരധ്യാപകനുണ്ടായിരുന്നു. അധ്യാപകൻ എന്നതിന് സുറിയാനി ഭാഷയിൽ പറയുന്ന പേരാ മൽപ്പാൻ, പ്രൊഫസർ എന്നർത്ഥം. അപ്പോൾ എബ്രഹാം മൽപ്പാൻ എന്നറിയപ്പെടുന്ന മധുരതാങ്കൂറിലെ ഒരു വലിയ പ്രസംഗകൻ പള്ളിക്കുള്ളിൽ നിന്ന് രൂപക്കൂടുകൾ തുറന്ന് ഈ രൂപങ്ങളെ കൊണ്ട് കിണറ്റിലിട്ടു, കുരിശുകളൊക്കെ തകർത്തു. എല്ലാത്തരം ഇത്തരം കാര്യങ്ങൾക്കുമെതിരെ സമരകാഹളം മുഴക്കിക്കൊണ്ട് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി തിരുവല്ലയിലുമൊക്കെ. അങ്ങനെയാണ് ഈ മാർത്തോമ സഭ ചരിത്രത്തിൽ രൂപപ്പെടുന്നത്. എന്തിനാ ഞാൻ ഇത്രയും പറഞ്ഞേ? കാലക്രമേണ
എല്ലാ സഭകളിലും വലിയ മാറ്റം, പഴയ പോലുള്ള ദുരാചാരങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാതായി. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങളെല്ലാം പക്കൽ, എൻ്റെയും നിങ്ങളെല്ലാം പക്കൽ വിവിധ രൂപത്തിലും ഭാവത്തിലും ഭാഷയിലുമുള്ള ബൈബിൾ ഉണ്ടെന്നുള്ളതാണ്. ഈ പുസ്തകം കയ്യിലിരിക്കെ ദുരാചാരങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അതിന് തടയിടാൻ കഴിയത്തക്ക വിധം ഈ പുസ്തകത്തിനുള്ളിൽ തന്നെ ഒരു ചിന്തയുണ്ട്. അത് മാറ്റിമറിക്കും. അതുകൊണ്ട് ആദ്യം ഞാൻ മുഖവരിയായിട്ട് പറയട്ടെ, നമ്മളെല്ലാവരും ബൈബിൾ പഠിക്കാൻ തയ്യാറാവുക എന്നതാണ് ചെറുത്ത് നിൽക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി. നമ്മുടെ ഈ PAP കൊടുത്തിരിക്കുന്നത് ദൈവശാസ്ത്ര പഠനം യുവാക്കളിൽ, അതിൻ്റെ പ്രാധാന്യമെന്നാണ്. ഈ പേര് കേട്ടിട്ട് കട്ടിയായിട്ടൊന്നും തോന്നണ്ട. ചിലപ്പോൾ പാസ്റ്റർമാർ തന്നെ പറയാറുണ്ട്, ഞാനിന്ന് കൂടുതൽ തിയോളജി ഒന്നും പറയുന്നില്ല, അല്ലേ? സങ്കീർത്തനം വായിച്ചിട്ട് പറയും. ഇത് സങ്കീർത്തനം വായിച്ചിട്ട് പറയുന്ന എല്ലാം തിയോളജി തന്നെയാണ്. തിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെക്കുറിച്ചുള്ള കാര്യമൊന്നാണ്. ഞാനിന്ന് ദൈവത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കൂടുതൽ തിയോളജി ഒന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ദാറ്റ് ഈസ് കോൾഡ് തിയോളജി. അപ്പോൾ എന്താ തിയോളജി? ദൈവത്തെക്കുറിച്ചുള്ള പഠനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. നമുക്ക് അതിലേക്കൊന്ന് വരാം. ഈ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ശാസ്ത്രം പഠിച്ചാൽ മതി നമുക്ക് ബൈബിളിലേക്ക് എത്താൻ പറ്റും. അത് വലിയ സത്യമാണ്. ചില ആൾ ധരിച്ചിരിക്കുന്നത് ഈ ശാസ്ത്രവും ബൈബിളും രണ്ടു വഴിക്കാന്നാണ്. അത് തെറ്റാ. രണ്ടു വഴിക്ക് അത് പോകുന്നതെന്നാണ്. അത് കൂടുതൽ ഈ നരേഷൻ കൊണ്ടുവരുന്നത് നിരീശ്വരവാദികളാണ്. അവർ നമ്മോട് പറയും ബൈബിളൊക്കെ വിട്ടിട്ട് ശാസ്ത്ര പഠനം നടത്തണം. ഇത് രണ്ടു വഴിക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ കാരണം, ഈ ശാസ്ത്ര സിദ്ധാന്തങ്ങളെ നമ്മളതിൻ്റെ ആകത്തുകയിലെടുത്താൽ ഒരു ഉന്നത ശാസ്ത്രകാരന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി നോബൽ പ്രൈസാണ്, അല്ലേ? നൊബേൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കെടുത്താൽ അതിൻ്റെ ഏകദേശം 70% കിട്ടിയത് ബൈബിളിൻ്റെ അനുവാചകർക്കാണ്. പഴയ നിയമമോ പുതിയ നിയമമോ, അതായത് യഹൂദനോ ക്രിസ്ത്യാനിയോ ആയി വിശുദ്ധ ബൈബിളിൻ്റെ ഉപാസകരായിരുന്നവരാണ് 70% പേരും ശാസ്ത്രലോകത്ത് തങ്ങളുടെ വ്യക്തിത്വം പ്രദർശിപ്പിച്ചത്. മാത്രമല്ല, ആദ്യകാലത്തിലെ ഇംഗ്ലണ്ടിലെ സ്കൂളുകളൊക്കെ തന്നെ ബൈബിൾ പഠിപ്പിക്കാൻ ആരംഭിച്ച് ശാസ്ത്രത്തിലേക്കും വളർന്ന് ശാസ്ത്രവിഷയങ്ങളും തിയോളജിയും ബാലൻസ് ചെയ്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളായിരുന്നു. ഓക്സ്ഫോർഡ് ആകട്ടെ, കേംബ്രിഡ്ജ് ആകട്ടെ, ഹാർവാർഡ് ആകട്ടെ, ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ സർവകലാശാലകളും, ഇംഗ്ലീഷ് സർവകലാശാലകളൊക്കെ തന്നെ ബൈബിൾ പഠിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനങ്ങളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ടെത്തലുകൾക്കൊടുവിൽ അവർ ചെന്നെത്തി നിൽക്കുന്നത് ദൈവത്തിലാണ്. പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഏറെ ഉണ്ടല്ലോ. ഞാൻ അവർക്ക് കൂടി മനസ്സിലാകുന്ന വിധത്തിൽ ഒരു കാര്യം പറയാം. 1900 ആകുന്നൊരു കാലത്തേക്ക് ശാസ്ത്രം ധരിച്ചത് ഈ ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം അതിൻ്റെ പര്യവസാനത്തിലെത്തി. ഇതും പ്രത്യേകിച്ച് അതിലൊന്നും പഠിക്കാനില്ല. കാരണം വിശേഷപ്പെട്ട കണ്ടെത്തലുകളൊക്കെ മനുഷ്യൻ നടത്തി കഴിഞ്ഞു. യന്ത്രവൽകൃതമായൊരു ലോകം മനുഷ്യൻ സൃഷ്ടിച്ചു. ആവിയന്ത്രം കണ്ടുപിടിച്ചു. ക്രമേണ അല്പം കൂടി വളർന്ന് നമ്മൾ ഇന്ന് കാണുന്ന പല പുരോഗതികളും കൈവരിച്ചു. അതുകൊണ്ട് ഫിസിക്സിൻ്റെ പഠനം തീർന്ന ഇനിയൊന്നും പഠിക്കാനില്ല. പക്ഷെ ഇതിന് മാറ്റം വന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാലം എത്തുമ്പോഴേക്ക് അദ്ദേഹം ചിന്തിച്ചു അതങ്ങനെ തീർന്നിട്ടില്ല. കാരണം ഒരു വസ്തുവിന് 2 നേച്ചറുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തി. 2 നേച്ചർ. ഒന്നതിൻ്റെ പാർട്ടിക്കിൾ നേച്ചറാണ്, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിസിബിലിറ്റി ഉള്ള അതിൻ്റെ നേച്ചറാണ്. അതായത് നമ്മൾ മനുഷ്യരെ കാണുമ്പം ആ മനുഷ്യനിൽ സ്പർശന വിധേയമായൊരു രൂപമുണ്ട്, അല്ലെങ്കിൽ ഭൗതികമായൊരു മാറ്റമുണ്ട്. ഒപ്പം അദൃശ്യമായ ഒരു ക്വാണ്ടം അവനിലുണ്ട്, ഒരു വേവ് അവനിലുണ്ട്, ഒരു തരംഗമുണ്ട്. ഏത് വസ്തുവിലും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ഭൗതിക വസ്തുക്കളെക്കുറിച്ചുള്ള ആ പഠനം ക്ലാസിക്കൽ ഫിസിക്സ് എന്ന നിലയിൽ തീർന്നു. രണ്ടാമത് ക്വാണ്ടം ഫിസിക്സ് രൂപപ്പെട്ടു.
ആ ക്വാണ്ടം ഫിസിക്സ് സത്യം പറഞ്ഞാൽ ആഴത്തിൽ പഠിക്കുന്ന ഒരാൾ ചെന്നെത്തുന്നത് വിശുദ്ധ ബൈബിൾ സത്യങ്ങളിലേക്ക് തന്നെയാണ്. ഈ കൂടെ അതുവരെ മനുഷ്യൻ ധാരാളം ആശയഗതികൾ രൂപപ്പെടുത്തിയെടുത്തിരുന്നു. ന്യൂട്ടൻ്റെ തിയറി നമുക്കറിയാം. ഏത് കാലഘട്ടത്തിലും പ്രപഞ്ചത്തിലെ ഊർജത്തിൻ്റെ അളവ് സെയിം ആയിരിക്കും. കാരണം ഊർജ്ജം ഉണ്ടാകുന്നില്ല, നശിപ്പിക്കുന്നില്ല, ദുരുപയോഗം ചെയ്യപ്പെടുന്നുള്ളൂ. ഈ ഒരു പഠനം നടക്കുന്നു. രണ്ടാം ഘട്ടമായി ഒരു ഡിസോർഡർ, അതിൽ നിന്നൊരു ഓർഡർ ഉണ്ടാക്കിയെടുക്കാൻ. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഡിസോർഡറിൽ നിന്നൊരു ഓർഡർ ഉണ്ടാകണം. അത് ഉണ്ടാക്കിയെടുക്കാൻ മറ്റൊരു ഓർഡർ അതിൽ ഇടപെടണം. മനസ്സിലായില്ലെത്തോ? ഈ തടി പണ്ട് ഡിസോർഡറായിരുന്നു. ഇത് ഈ കാടതി വെത്തൊരു പുൽപ്പിറ്റാക്കി എടുക്കാൻ മറ്റൊരു ഓർഡർ അതിൽ വന്ന് ഇടപെട്ടു. അപ്പോഴാണ് ഈ അളവനുസരിച്ച് ഈ സാധനം ഉണ്ടായത്. സൃഷ്ടിയുടെ ഏറ്റവും വലിയ തെളിവാണ് അതല്ലേ? കാരണം ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ രൂപപ്പെടാൻ അതിൻ്റെ പിന്നിൽ വേണ്ട അതിൻ്റെ ഹാർഡ്വെയർസൊക്കെ ചെതറിക്കിടന്നാൽ അത് രൂപപ്പെടത്തില്ല. മറ്റൊരു ബ്രെയിൻ വന്നതിൽ ഇടപെടണം. ഒരു മാസ്റ്റർ ബ്രെയിൻ്റെ ഇടപെടൽ ഓർഡർ ഉള്ളതൊന്നും ഉണ്ടാവുന്നില്ല. ഇതിന് പുറമെ ഭൗതിക ശാസ്ത്രം ഒത്തിരി വളർന്നു. നമുക്ക് പിന്നെ അറിയാം, ക്വാണ്ടം മെക്കാനിക്സിൽ ഒത്തിരി ഉപവിഭാഗങ്ങളും പഠനശാഖകളും ശക്തിപ്പെട്ട് ഓരോ ദിവസവും അത് വളർന്നു. ഏറ്റവും ഒടുവിൽ അതിൽ വരുന്ന പുതിയ പുതിയ നിഗമനങ്ങളൊക്കെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്ന നിലയിലേക്ക് വളരുക. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ സയൻറ്റിസ്റ്റുകളായി മാറിയാൽ, അത്തരത്തിൽ ഗൗരവതരമായ പഠനത്തിലേക്ക് നീങ്ങിയാൽ ഞങ്ങൾക്ക് അത്യധികം അഭിമാനം. കാരണം നിങ്ങൾ 19 സങ്കീർത്തനം പറയുന്ന പോലെ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാതെ ഒരു സൃഷ്ടിയും സംഭവ്യമല്ല എന്ന് തെളിയിക്കാൻ കഴിയത്തക്ക വിധത്തിലേക്കുള്ള ഒരറിവിലേക്കാണ് ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ യാത്രയെങ്കിൽ ആ കൂടെ ഏത് ഘട്ടത്തിലും അന്വേഷണീയമായ ചിന്തയായി നിങ്ങളുടെ കൂടെ ഈ ബൈബിൾ, വിശുദ്ധ തിരുവെഴുത്ത് ഇത് പഠിക്കാനുള്ള വ്യഗ്രത, അതിനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടാകണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് സവിശേഷതയുള്ള ഈ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പറയുന്നൊക്കെ പിടികിട്ടുന്നുണ്ടോ? ആ, സന്തോഷം. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? IPC ജനിച്ചു വളർന്നുകൊണ്ടാണോ? സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടാണോ? പാസ്റ്റർമാരുടെയോ വിശ്വാസികളുടെ മക്കളായതുകൊണ്ടാണോ? ഇതിനപ്പുറത്തൊരു കാരണം കൊണ്ടുണ്ടോ? അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. ദൈവമുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കുള്ള ദൈവിക അനുഭവങ്ങളാണ്. അല്ല പഠിച്ചതോ ഗ്രഹിച്ചോ അല്ല. ഗോഡ് ആൻസറിങ് പ്രയർ. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു, ദൈവം ഇടപെടുന്നു, ദൈവം സംസാരിക്കുന്നു. ഈ അനുഭവത്തിലാണ് വിശ്വാസത്തിൻ്റെ തുടക്കം. ഞാനിവിടെ ഒരു പ്രാക്ടിക്കലായ 1-2 കാര്യങ്ങൾ ഇതോട് ചേർത്ത് പറയാം. നിങ്ങൾക്കിത് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. പരമാവധി ഞാൻ ലഘൂകരിച്ചാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. വിശേഷിച്ച് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഇന്നൊരു +2 വരെയുള്ള കാലത്താണ് നമ്മൾ വീട്ടിൽ പഠിക്കുന്നത്, വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. ഈ +2 കഴിയുമ്പോഴേക്ക് കുട്ടികൾ ഒരു വലിയ എഡ്യൂക്കേഷണൽ ഹബിലേക്ക് ദൂരേക്ക് പോവാം. ഔട്ട്സൈഡ് കേരള, ബാംഗ്ലൂരാകാം, ഹൈദരാബാദാകാം, കോയമ്പത്തൂരാകാം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അല്പം ദൂരെയാകാം. ഈ പോകുന്ന ഒരു കുട്ടി രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, അന്യാഴ്ച അനുഭവങ്ങളുണ്ട്, PFL പാടുന്ന ആളാണ്, കൊയറിലുള്ള ആളാണ്, അല്ല സൺഡേ സ്കൂൾ പഠിച്ച ആളാണ്, അല്ല കുറെ കൂടി മുതിർന്നൊരു കുട്ടി പഠിപ്പിക്കുന്ന ആളാണ്. ദൈവശാസ്ത്രപരമായി നിങ്ങൾക്കുണ്ടാകേണ്ട അറിവ് സംബന്ധിച്ചുള്ള ഒരാവശ്യകതയ്ക്ക് ഒരപകട സൂചന ഞാൻ ആദ്യം തരാം. നമ്മുടെ കുട്ടി പഠിക്കാൻ ചെന്ന് ചേർന്നു. ഈ കലാലയത്തിൽ ചില കുട്ടികൾ വരും, നിങ്ങളവർ പരിചയപ്പെടും. അപ്പോൾ നിങ്ങൾ ആഭരണരഹിതരാണ്, നിങ്ങളെ കാണുമ്പോൾ ആരാണെന്ന് മനസ്സിലായി,
നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാന്ന് പിടികിട്ടി. ബൈബിള് വായിക്കാതെ നിങ്ങളുടെ ശീലം കണ്ട് നിങ്ങളുടെ അരികിൽ അവർ ഒത്തുകൂടും. കാരണം നിങ്ങൾ വീട് വിട്ടു പോയിരിക്കുക. നിങ്ങൾ വല്ലാതെ ദുഃഖിതരാ. അപ്പനെ അമ്മയൊക്കെ നാട്ടിലാക്കിയിട്ട് പോയതാണ്. ആ വല്ലാത്ത നിരാശയിൽ പ്രാർത്ഥിക്കുന്ന, പാടുന്ന, അതല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് 2-3 കുട്ടികളുടെ കൂടിയിരുന്ന് കൂട്ടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ചില കുട്ടികളുടെ അടുത്ത് വരും. ബാംഗ്ലൂരിൽ നടക്കുന്ന കാര്യമാണ്. അവർ ചോദിക്കും, നിങ്ങളുടെ വിശ്വാസമൊക്കെ എന്താ? അത് ഞങ്ങൾ ഇങ്ങനെയാണ്. മറ്റ് ക്രൈസ്തവരിൽ നിങ്ങൾക്കുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ പറയും, നമുക്ക് വിഗ്രഹമില്ല, നമുക്ക് മരിച്ചവരോട് പ്രാർത്ഥനയില്ല, അദൃശ്യനായ ദൈവത്തെയാണ് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കുന്നത്, ഞങ്ങൾക്ക് സ്നാനമുണ്ട്, അന്യഭാഷാനുഭവമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും, അറിയാവുന്ന വിധത്തിൽ പറയും. ഓ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പിന്നെന്താ പ്രാർത്ഥിക്കുക? എനിക്കും ഇതൊക്കെ അറിയണമെന്നുണ്ട്, പറഞ്ഞു തരുമോ? പിന്നെന്താ? നിങ്ങൾ ഈ കൂട്ടുകാരനെ അല്ലെ കൂട്ടുകാരിയെ കൂട്ടി അടുത്തുള്ള ചർച്ചിലേക്ക് ചെന്നു. പാസ്റ്റർ ഇവരെ കണ്ടു, വലിയ സന്തോഷം, അടുത്ത ആഴ്ച വാ. അവിടെ നിന്ന് നിങ്ങളോട് അവളൊരു ഗിഫ്റ്റ് ചോദിക്കുക, ആ ബൈബിള് എനിക്കൊരു കോപ്പി തരുമോ? ന്യൂ ടെസ്റ്റ്മെൻറ്റ് മതി. അത് വാങ്ങി ഒരാഴ്ച അവൾ വായിക്കുകയാണ്. തദനന്തരം നിങ്ങൾ കൊടുത്ത ആ ബൈബിളിൽ കുറേ വരയിട്ടുകൊണ്ട് വരും. സംശയ എവിടെയൊക്കെ വരയിട്ടെന്ന് അറിയണ്ടേ? ഒരു സുവിശേഷത്തിൽ പറയുക, ലൂക്കോസ് പറയുക, അവൻ യെരിഹോവിലേക്ക് വന്നാറേ ഒരു കുരുടനെ സുഖപ്പെടുത്തി. ഇതേ കാര്യം മാർക്കോസ് പറയുക, അവൻ യെരിഹോവിൽ നിന്ന് പോയാറേ ഒരു കുരുടനെ സുഖപ്പെടുത്തി. ഇത് ബൈബിളാണല്ലോ, അതുകൊണ്ട് പോയാറെയാണോ വന്നാറെയാണോ? അവൻ ഗദരദേശത്തെ അഭിഹരിക്കുമ്പോൾ ഒരു കുരുടൻ, ഒരു ഭൂതഗ്രസ്തൻ അവനെ എതിരേറ്റു. ഇതേ കാര്യം മറ്റൊരാൾ പറയുക, 2 ഭൂതഗ്രസ്തന്മാർ എതിരേറ്റു. ഒരു കുരുടൻ അവനെ കണ്ടു എന്ന് ഒരാൾ പറയുമ്പോൾ 2 കുരുടന്മാർ അവനെ കണ്ടു എന്ന് മറ്റൊരാൾ പറയും. ഇതേതാ ശരി? എന്നോടുകൂടെയുള്ള പുരുഷന്മാർ, ശൗലേ ശൗലേ നീ ഒന്ന് ഉപദ്രവിക്കുന്നത് എന്തെന്നുള്ള ആ ശബ്ദം കേട്ടു, വെളിച്ചം കണ്ടില്ല. മറ്റൊരിടത്ത് പറയുക, അവർ ഈ വെളിച്ചം കണ്ടു, ശബ്ദം കേട്ടില്ല. ഇതെന്ത് പറ്റി? ഇതെല്ലാം വരച്ചു കൊണ്ടു തന്നു. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്തു? നേരെ പാസ്സെടുത്തിയത്. പാസ്സ ഇങ്ങനൊരു വിഷയമുണ്ടോ? പാസ് അല്പം കൃപയുള്ള ആളായതുകൊണ്ട് പറഞ്ഞു, ഇനി അവരോട് കൂട്ടിന് പോവല്ലേ, നീ പോരെ. മനസ്സിലായില്ലേ? അവരെ ഒഴിവാക്കണം. ഈ കുട്ടി പറഞ്ഞ പ്രശ്നമില്ല, എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിച്ചാൽ. ഇത് ബൈബിളാണെങ്കിൽ, ദൈവവചനമാണെങ്കിൽ ഇതെങ്ങനെ പറ്റും? ഇത് തെറ്റല്ലേ? ഒന്നല്ല ശരിയാവില്ല. ഇതെങ്ങനെ നോക്കും? ആ കുട്ടി അന്ന് വായിച്ച് കണ്ടെത്തിയല്ലിത്, അവൾ ട്രെയിൻഡാണ്. അതുകൊണ്ടാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം പഠിച്ച് വരച്ച് കൊണ്ടുവന്ന. ഇതിനാ നിങ്ങളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ ഒരു വിത്ത് അവൾ ഇട്ട് കഴിഞ്ഞു. അവധിക്ക് വീട്ടിലെത്തുമ്പോൾ ഇത് തന്നെ സ്ഥിതി. പാപ്പായോട് ചോദിച്ചു അറിയില്ല, പാസ്റ്ററോട് ചോദിച്ചു അറിയില്ല, എവിടെ പോകും? അടുത്ത ഘട്ടം ചെന്നു. അപ്പോൾ പഴയ കുട്ടിയോടുള്ള അകലം കൂടി. അവൾ പറഞ്ഞു, ഞാൻ പിണങ്ങാനൊന്നും പറഞ്ഞല്ല കേട്ടോ, മാത്രമല്ല എനിക്ക് ജീസസിനോട് വലിയ ഇഷ്ടമാണ്. ആർക്കാ ജീസസിനോട് പിണങ്ങാൻ പറ്റുക? ജീസസ് ഈസ് എ ഗ്രേറ്റ് മാൻ, ഇറ്റ്സ് എ പ്രോഫറ്റ്. ഞാനെന്തുകൊണ്ട് ജീസസിനോട് പിണങ്ങണം? ജീസസ് ഒരു വലിയ മനുഷ്യനാണ്. അത് നമുക്ക് സന്തോഷമാണ്. യേശു വലിയവനാന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം അല്ലേ? അവളുടെ അടുത്ത ചോദ്യം, ജീസസ് ആരാന്നാ നിങ്ങളുടെ വിശ്വാസം? യേശു ആരാ? നമുക്കാരാ? പറഞ്ഞോ ധൈര്യമായിട്ട്. ആരുമല്ലേ? ആരുമല്ല. കർത്താവ് നമുക്കാരാ? നമ്മുടെ രക്ഷകൻ. പിന്നെ വേറെ എന്തുവാ? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. പിന്നെ ദൈവം അല്ലേ? യേശു ദൈവമാണോ? അതെ. അപ്പോൾ ഈ കുട്ടി പറയും ദൈവമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഗെത്സമനയിൽ വെച്ച് യേശു ഒരാളോട് പ്രാർത്ഥിച്ചല്ലോ, അല്ലേ? പ്രാർത്ഥിച്ചോ?
ആ പ്രാർത്ഥന കേട്ട ആളാണോ ദൈവം പ്രാർത്ഥിച്ച ആളാണോ? ആരാ? നമ്മളെന്താ പറയും? രണ്ട് ദൈവമാണ്. അപ്പോൾ എത്ര ദൈവമുണ്ട്? രണ്ട്. അപ്പോൾ നമ്മൾ പറയും തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ശരി, അങ്ങനെയെങ്കിൽ തൃത്വം എന്നൊരു വാക്ക് ബൈബിളിൽ ഇവിടെ കാണിച്ച് നോക്കിയാൽ കാണത്തില്ല. അപ്പോൾ രണ്ടാം ഘട്ടം കഴിഞ്ഞു, നിങ്ങൾ കുറേ കൂടി സംശയാലുമായി. പിന്നെ ഇടപാടൊന്നുമില്ല, അവളവിടെ വഴിക്ക് പോയി. ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും വന്നിട്ട് പറയാണ് ഇത് ഇത്രേ ഉള്ളൂ സംഭവം. ഈ ബൈബിള് പൂർണ്ണമായും ദൈവവചനമല്ല, കുറേ ദൈവവചനയിലുണ്ട്. യേശു ഒരിക്കൽ പോലും താൻ ദൈവമാണെന്ന് പറഞ്ഞില്ല. പൗലൂസിനെ പോലെ ചില ആളുകൾ യേശുവിൻ്റെ ശിഷ്യരല്ലാത്ത ആളുകളാണ്. 12 പേര് പെടത്തില്ല. പിന്നീട് വന്നൊരാളാ. 12 ശിഷ്യന്മാരും യേശുവിനെ ദൈവമാണെന്ന് പറഞ്ഞില്ല. പൗലോസ് എന്നൊരാൾ വന്ന് യേശുവിനെ ദൈവമാണെന്ന് പറഞ്ഞ് ദൈവമല്ലാത്ത പ്രവാചകൻ മാത്രമായ യേശുവിനെ ദൈവമാക്കി. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാം എന്താ സംഭവിച്ച. വാ, ഒരു ദിവസം ഞങ്ങളുടെ പണ്ഡിതൻ്റെ അടുത്തുനിന്ന് വാ പറഞ്ഞുതരാം. അങ്ങനെ ക്രമേണ പോയി 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 ഈ കുട്ടി നമ്മുടെ കൈവിട്ടു പോകും. അവസാനം അവളെ നമ്മൾ വല്ല ഷാഹിദാന്നോ സൈനബ എന്നൊക്കെ ഉള്ള പേരിൽ അല്ലേ ഇതാ കണ്ടുവരുന്നത്. വീടുമായിട്ട് സഹകരണമില്ല, സഭയായിട്ട് ബന്ധമില്ല, ക്രമേണ കൈവിട്ട് പോയി കൊടുക്കും. ഈ ബന്ധമെല്ലാം വിട്ടപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല, വേണ്ട പരിരക്ഷ കൊടുക്കും, പണം കൊടുക്കും, എന്ത് സഹായം ചെയ്യും. ഒടുക്കം അവരിലൊരാൾ വിവാഹം കഴിക്കും. നമ്മൾ MBBS വച്ച വിവാഹം കഴിക്കും. ആഴത്തിൽ ഇതൊക്കെ പഠിച്ച് ബൈബിളിന് വിപരീതം പഠിച്ചിട്ട് അവസാനം ഈ ചെറുപ്പക്കാരനെ ഉപേക്ഷിക്കും. അവിടെ ഉപേക്ഷിക്കുക, ഒരു പാടുമില്ല. തലാക്കെന്ന് 3 തവണ പറഞ്ഞാൽ മതി, ബന്ധം പിരിഞ്ഞു, കോടതിയൊന്നുമില്ല. പിന്നെ ഇവളെ വിവാഹം കഴിക്കുന്നത് മുത്തച്ഛൻ്റെ പ്രായമുള്ളൊരു മനുഷ്യനായിരിക്കും. ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്, കുവൈറ്റിൽ ചെന്ന് നേരിട്ട് കണ്ട അനുഭവം. നല്ല നിലയിൽ നിന്ന് പോയിട്ട് പഠിപ്പിച്ച് നേഴ്സാക്കി വിട്ട പെൺകുട്ടി ഇത്തരത്തിലൊരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി. അവിടെ ചെന്ന് കുറേ കഴിഞ്ഞ് അവന് വേണ്ട, അവൾ മുതിർന്നൊരു മനുഷ്യൻ്റെ ഭാര്യയായി. 10-24 വയസ്സുള്ളൊരു കൊച്ച്. എന്താ ചെയ്യുന്നത്? ഏങ്ങലടിച്ച് കരയാ. ഈ അവസ്ഥയ്ക്കാണ് ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ പറ്റിയതെന്താ? നമുക്കിവിടെ പറ്റിയെന്താ? ലാക്ക് ഓഫ് ബൈബിൾ നോളജ്. വേദപുസ്തക സത്യങ്ങൾ അറിയില്ല. അപ്പോൾ ബൈബിൾ പഠിക്കണോ? പഠിക്കണ്ടേ? ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ് സ്റ്റഡി, ഗോഡ് വേർഡ്. ദൈവവചന പഠനത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിഷയം തൽക്കാലം ഒന്ന് പഠിച്ചു പോയാലോ? നാട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയത്തിലോ അല്ല ഇങ്ങനെ അനുഭവമുള്ളവരുണ്ടോ? മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ നിരീശ്വരന്മാരോ ഇങ്ങനെ വന്ന് ചോദിച്ച അനുഭവമുള്ളവരുണ്ടോ പരിചയത്തിൽ? ഉണ്ട്, പാസ്റ്റർക്ക് ഉണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് വന്നാൽ അല്ലേ? പോട്ടെ, സ്തോത്രം. ഞാനതിൻ്റെ ചില ഉത്തരങ്ങളും വഴികളും ഒക്കെ നിങ്ങളോടൊന്ന് പറയാം. മുമ്പേ കണ്ട കുട്ടി അത്ര നിഷ്കളങ്കയൊന്നുമല്ല. അവൾ പഠിച്ചു. ആ പയ്യനിത് പഠിച്ചു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, പാസ്റ്റർ ഒന്നുമല്ല. ഞാനൊരു എക്സാം എഴുതാൻ വേണ്ടി ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിലെ ഒരു ICPFൻ്റെ പ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എവിടെയാണ്? ബാംഗ്ലൂർ ഇതുപോലെ ആപത്തിലൊരു കുട്ടി പെട്ടിരിക്കുകയാണ്, ഒന്ന് വരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വരുന്നത് നിങ്ങൾ അറിയണ്ട, പോകുന്നത് അറിയണ്ട, എന്നാൽ ഞാൻ അടുത്തുണ്ട്. പുറത്തൊരു സ്ഥലത്ത് നിന്നാൽ ഞാൻ എവിടെയാണെന്ന് പറയാൻ ചില ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് വന്നേക്കാമെന്നോ. അവിടെ ചെന്നു. അവിടെ ഒരു പെണ്ണ, അവരുടെ പാപ്പ വീട്ടിലില്ല, ഗൾഫിലാണ്. മമ്മി ഒരു ഷോപ്പ് നടത്തുക. അപ്പോൾ ആ കോവിഡൊക്കെ വന്ന കാലത്ത് ഈ പെൺകുട്ടി അതിൻ്റെ ഇളയ 2 പേര്, അപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട്, ഒരു ഇസ്ലാമിക പശ്ചാത്തലമുള്ള പയ്യൻ, നാട്ടിലേക്ക് മടങ്ങാൻ കോവിഡ് കാലത്ത് നിർവാഹമില്ല.
അപ്പോൾ ഇവരുടെ വീട്ടിലും താമസിച്ചോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഒരു ആൺകുട്ടിയുണ്ട്, അവർക്ക് ഒരുമിച്ച് പാർക്കാം, പ്രശ്നമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് അവർ ചെന്ന് പാസ്റ്റർ എടുത്ത് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു അതൊന്നും പറ്റുന്ന കാര്യമല്ല. പാസ്റ്റർ യഥാസ്ഥിതിയനായിരുന്നു. അദ്ദേഹം പറഞ്ഞു പ്രായപൂർത്തിയായ 2 പെൺപിള്ളേരുള്ള വീട്ടിൽ അതെന്തായിരുന്നാലും പറ്റില്ല, അദ്ദേഹം വേറെന്തായാലും വഴി നോക്കട്ടെ. ഏതായാലും അത് നടന്നില്ല. പകരം ഈ കുട്ടികൾ വളരെ സ്ട്രിക്റ്റായി പറഞ്ഞപ്പോൾ വിദേശത്തുള്ളവരുടെ അപ്പൻ സമ്മതിച്ചു. അപ്പനും അമ്മയും സമ്മതിച്ച പാസ് പറഞ്ഞല്ലോ കാര്യം നടക്കുമോ? ആ വീട്ടിൽ വലിയ വീടാണ്. എല്ലാ ദിവസവും അവൻ പ്രാർത്ഥനയ്ക്ക് വരും. വൈകിട്ട് ഇവരെ കൂട്ടി നിന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. അമ്മ ജോലിക്ക് പോകും. 3 കുട്ടികളവിടെ ഉണ്ട്. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ 3 കുട്ടികളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്ത് അവൻ വിതച്ചു കഴിഞ്ഞു. ഒരു കുട്ടി ഓൾറെഡി ക്രിസ്ത്യാനിറ്റി വിട്ട് ഇസ്ലാം ആകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കിതിൻ്റെ രീതി അറിയാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കാതിരുന്നിട്ട് ഈ കാര്യമൊക്കെ ചോദിച്ചു, ഈ കുട്ടിയുടെ ഒരു നിലവാരം അറിയണം. ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് 1-2 കാര്യങ്ങൾ ചെയ്യും. വീട്ടിലുള്ളവരോട് ശ്രദ്ധിക്കണേ. ഈ നഖം വെട്ടിക്കഴിഞ്ഞാൽ താഴെ വീഴുന്ന നഖം, മുടി പൊഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴുന്ന മുടി, ഇവയെടുത്ത് ശേഖരിക്കും. ഈർക്കിലൊക്കെ ചുറ്റി ഒരു പേപ്പറിനുള്ളിലാക്കും. നമ്മളാണ് ഇതിൽ അങ്ങോട്ട് വലിച്ചെടുത്ത് കളയുകയാണെങ്കിൽ ഇതുകൊണ്ട് ശവം സംസ്കരിക്കുന്ന പോലെ സംസ്കരിക്കണമെന്നാണ് അവരുടെ രീതി. ജൈവ അവശിഷ്ടമാണ്, ഇങ്ങനെ സംസ്കരിക്കണം. വീട്ടിൽ അപ്പനാകട്ടെ സഹോദരനാകട്ടെ, നമുക്കറിയാം ഈ വീട്ടിലെ അപ്പൻ, വീട്ടിലൊരു മോളുണ്ട്, നിങ്ങളൊക്കെ പെൺപിള്ളേരാണ്, എനിക്കും 2 പെണ്ണും ഒരു മോനുമാണുള്ളത്. മൂത്ത ആളെ MA പഠിക്കുകയാണ്. മോൾ MA പഠിക്കുന്നെങ്കിലും അവളെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഒന്ന് താലോലിക്കാനൊക്കെ നമുക്ക് തോന്നൂലേ ഏത് പ്രായത്തിലും, ഇല്ലേ? കല്യാണം കഴിഞ്ഞാലും അപ്പനും മക്കളാ അല്ലേ? സത്യത്തിൽ ഈ മക്കളെയൊക്കെ ഇങ്ങനെ ലാളിച്ച് നമുക്ക് മതി വരത്തില്ല, ശരിയല്ലേ? പക്ഷേ ഇവരിത് പഠിച്ചു കഴിഞ്ഞാൽ ഈ അപ്പൻ്റെ അരികിൽ നിന്ന് ആങ്ങളുടെ അരികിൽ നിന്ന് മാറി മാറിപ്പോകും. കാരണം ഒരു പുരുഷനും അവരെ തൊടാൻ പാടില്ല. ആ സ്ട്രിക്റ്റായിട്ട് മാറുന്നു. ഞാൻ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഈ കുട്ടിക്കെന്ന് ചോദിച്ചപ്പോൾ അമ്മ കരയാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അവൾ പാതിയിലധികം പോയിരിക്കുക. എന്നിട്ട് അവൾ 200 പേജുള്ളൊരു ബുക്ക് നിറച്ചെഴുതിയിരിക്കുക. ബൈബിളിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. നമ്മൾ ചോദിക്കുമ്പോൾ എടുത്തുകൊണ്ട് വരും. ഞാനൊരു വിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ തന്നെ പോകാതെ ഞങ്ങളെവിടെ കൊണ്ടുപോകും. ആ പണ്ഡിതനെ വിളിച്ച് ഞങ്ങളോട് സംസാരിക്കാൻ പറ. ഇവിടെയൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല എന്ന് മനസ്സിലായി. അത് പൊളിച്ച് തീർത്ത് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഈ ചതിക്കുഴിയുടെ ആഴം എത്ര വലുതാണ്. അതുകൊണ്ട് ബൈബിൾ പഠിക്കേണ്ടതിൻ്റെ, നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് ഉറപ്പുണ്ടാകേണ്ടതിൻ്റെ ഗൗരവതരമായ ഒരാശയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മനസ്സിലായോ? കുട്ടികളും മുതിർന്നവരും ഇത് മനസ്സിലാക്കണം. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് മനസ്സിലാക്കണം. ക്ഷമിക്കണം, ഞാൻ ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് സൺഡേ സ്കൂളുകളിൽ ഈ സിലബസിൽ ഉൾപ്പെടുത്തി ഈ വിഷയം പഠിപ്പിക്കണമെന്ന് പല നേതാക്കന്മാർക്കും വിവരം കൊടുത്തു. ആകപ്പാടെ ഇതിനോട് മാന്യമായിട്ട് പ്രതികരിച്ച അസംബ്ലി സ്കൂളിലെ TJ ശാമൂൽ സാറാണ്. അവരുടെ സിലബസിൽ സൺഡേ സ്കൂളിൽ ഇപ്പോൾ ഇതൊരു പാഠമാണ്. ഞാൻ IBCയിലെ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ മാറ്റണം. നമ്മളിതിന് പകരം 6 കുറ്റി 7 കൊളുത്തും അന്താഴങ്ങളും മൂടുവാൻ തിരശ്ശീലയെക്കുറിച്ചൊക്കെ പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കൊച്ചിനെ കിട്ടത്തില്ല ലാസ്റ്റ്. മനസ്സിലായില്ലേ? കൊച്ചു പിള്ളേരെ ഇരുത്തി വെച്ച് 48 പലക, 1.5 മുഴം നീളം, ഇതൊക്കെ പറഞ്ഞ ഒരു ആത്മാവൊക്കെ വ്യാപരിക്കുമെങ്കിലും ഇവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടത്തില്ല. നിഷ്കന്മഷയുഗം, നിഷ്പാപയുഗം, മനസാക്ഷിയുഗം, ഇങ്ങനെ 10-12 യുഗം പഠിച്ചു കഴിയുന്ന നേരത്തിന് ദൈവവചനം പഠിക്കണം, ആഴത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം വിഷയത്തെപ്പറ്റി. അപ്പം നിങ്ങൾക്ക് ഞാനും ഒരു സംശയം ഉളവാക്കിയല്ലോ, അപ്പോൾ പരിഹരിച്ചു പോകണമല്ലോ അല്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാനൊരു അവയർനെസ് തരുന്നത്, ഇവരേറ്റവും അധികം ചോദിക്കാനിടയുള്ള ഒരു വിഷയത്തെപ്പറ്റിയും അവരുടെ സ്റ്റാൻഡിനെ പറ്റിയാണ്. ഏത് നിലപാടിൽ നിന്ന് അവർ ചോദിക്കുന്നു എന്നുള്ളതും. 2, അവർക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരം. കാരണം ഇതൊരു നീണ്ട വിഷയമായതുകൊണ്ട് ഒത്തിരി പറയാൻ നമുക്ക് നേരമില്ല. പറഞ്ഞോട്ടെ,
ഓക്കെ, ശരി. കേൾക്കുന്നൊക്കെ ഉണ്ടോ? ആ കൊച്ചുമോൻ എന്താ വരച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ശ്രദ്ധിക്കുന്നുണ്ടോ? മുത്തലിബിന് ഹലയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും ഒരു ദിവസം വരെ കല്യാണം കഴിച്ചു. കേട്ട് നിങ്ങളെന്തിനാണ് ചിരിക്കുന്നത്? അവർ ചിലവ് ചുരുക്കാൻ ചെയ്താ. 6 മാസം ഒന്നിച്ച് താമസിച്ചിരുന്നു. 6 മാസം കഴിഞ്ഞ് കച്ചവടത്തിന് പോയ വഴിക്ക് അബ്ദുള്ള മരിച്ചുപോയി, തിരിച്ചു വന്നില്ല. നമ്മുടെ ആമിന ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് മുഹമ്മദ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹലയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ഈ മകൻ്റെ പേരാണ് ഹാഷിം. അപ്പോൾ ഒരു കാര്യം, ഈ അബ്ദുള്ളക്കൊരു കുട്ടി ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം 6 മാസം അവരൊന്നിച്ച് പാർത്തൊരു കുട്ടി ഉണ്ടാകാം. അപ്പോൾ ഈ അപ്പനും ഒരു കുട്ടി ഉണ്ടാകാം ഹലയിൽ, കാരണം അവർ അതിൽ മരിച്ചിട്ടില്ല, ഒന്നിച്ച് താമസിക്കുകയാണ്. ശരി, പ്രശ്നമുണ്ട്. ഈ മുഹമ്മദ് എന്ന കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയും ഹലയിൽ അപ്പനുണ്ടായ കുട്ടിയും തമ്മിൽ ഒരു പ്രായവ്യത്യാസം കണക്കിലാക്കിയാൽ മൂത്തയാൾ മുഹമ്മദാണെങ്കിൽ ഹലയുടെ മകന് ഏത് പ്രായവ്യത്യാസവും സാധ്യമാണ്. ശരിയല്ലേ? കാരണം അവരൊന്നിച്ചുണ്ട്. തിരിച്ചാണെങ്കിൽ മൂത്തത് ഹലയുടെ മകനാണെങ്കിൽ ഇളയത് മുഹമ്മദുമാണെങ്കിൽ 6 മാസത്തിലധികം അല്ലെ 5 മാസത്തിലധികം ഇവർക്ക് പ്രായവ്യത്യാസം പാടില്ല. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? പിടികിട്ടിയോ? മനസ്സിലായില്ലേ? കാരണം അവർ ഒന്നിച്ച് 6 മാസമേ താമസിച്ചുള്ളൂ. പക്ഷേ നിങ്ങൾ ഏത് ഇസ്ലാമിക ചരിത്രം പഠിച്ചാലും ഈ മുഹമ്മദ്, അപ്പോൾ ഇതിൻ്റെ കഥകളുടെ പ്രശ്നമായി പറഞ്ഞ വൈരുദ്ധ്യം അവിടെ മുതൽ തുടങ്ങാം. ഇദ്ദേഹം വളർന്നു. ഏറെ താമസിയാതെ ആമിനയും മരിച്ചു. മുത്തച്ഛനായ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലായി മുഹമ്മദ്. കുറേ കഴിഞ്ഞ് മുത്തച്ഛനും മരിച്ചു. അപ്പോൾ മുത്തച്ഛൻ്റെ സഹോദരൻ അബൂ താലിബ് എന്നൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലായി. അപ്പോൾ അധികം താമസിക്കാതെ അദ്ദേഹം ഈ പിതൃ സഹോദരനെ കച്ചവടത്തിൽ സഹായിക്കുന്ന ജോലി, തികഞ്ഞ അനാഥത്വമുള്ള ബാല്യം, ഒടുക്കം 10-18 വയസ്സുവരെ അങ്ങനെ ജീവിച്ചിരിക്കെ നാട്ടിൽ ഖദീജ എന്ന് പേരുള്ള ഒരു വലിയ ധനാഢ്യയായ യഹൂദ സ്ത്രീ കച്ചവടക്കാരി ഉണ്ടാകും. ആ കച്ചവടക്കാരി ഈ ചെറുപ്പക്കാരനെ തൻ്റെ ദൈനംദിന കണക്കുകൾ എഴുതുന്ന ആളാക്കി വിളിച്ചു. കണക്കപ്പിള്ള എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, കണക്കെഴുതുന്ന. ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു വാദം തോറ്റുപോവുകയാണ്. മുഹമ്മദ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെന്നാണ് അവർ പറയുന്നത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കണക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പം നിങ്ങൾ പറയും കണക്ക് പഠിച്ചാൽ പോരെ. അറബിയിൽ കണക്കും അക്ഷരവും ഒന്ന് തന്നെയാണ്. അലിഫെന്ന് പറഞ്ഞാൽ 1 അതിൻ്റെ അർത്ഥം, ബാഗെന്ന് പറഞ്ഞാൽ 2 നമ്മുടെ ABCD പോലെ. ഞാൻ ഇങ്ങോട്ട് കാണുന്നത് ഇങ്ങോട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഒരാൾക്ക് അറബി അറിയാമെന്ന് പറഞ്ഞാൽ അറബി അക്കോ അറിയാം, അറബി വായിക്കാനും അറിയാമെന്നർത്ഥം. ഓക്കെ, ഹീബ്രു അങ്ങനെ തന്നെ നമ്മുടെ ബൈബിളിൻ്റെ. വ്യക്തത തന്നോ? പോട്ടെ. ഏതായാലും അങ്ങനെ ഇരിക്കേ ഈ മുഹമ്മദിനൊരു കൂട്ടുകാരനെ അവിടെ കിട്ടി. അയാളുടെ പേര് സെയ്ദ് എന്നായിരുന്നു. ഈ സെയ്ദ് ഒരു ബ്ലാക്കായിരുന്നു, നമ്മുടെ ആഫ്രോ വംശജന, ഒരടിമ. ഇവർ രണ്ടാളും അടിമപ്പണി പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലം. നല്ല കൂട്ടായി. സെയ്ദ് പ്രായം കൊണ്ട് ഇളയാളാണ്. ഈ സെയ്ദിനെ മറക്കരുത്, നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കെ ഈ ഖദീജയെ അധിക താമസിയാതെ മുഹമ്മദ് വിവാഹം ചെയ്തു. വിവാഹം ചെയ്യുമ്പോൾ മുഹമ്മദിൻ്റെ പ്രായം 21 വയസ്സും ഖദീജയുടെ പ്രായം 40 വയസ്സുമായി. മനസ്സിലായോ? ഹസ്ബൻഡിന് എത്ര? 21. ഭാര്യയുടെ പ്രായം 40. ചില കുഞ്ഞുങ്ങളിരുന്ന് ചിരിക്കുന്നു. എടാ മക്കളെ, അവർക്ക് സന്തോഷമാണ്, നീ എന്തിനാ ചിരിക്കുന്നത്? പോട്ടെ. അപ്പോൾ
മുമ്പ് പറഞ്ഞാൽ അവരെ പാടായി അവർ ജീവിക്കട്ടെ. ഈ ഖദീജ ഇതിനു മുമ്പ് 2 വിവാഹം കഴിച്ച സ്ത്രീ, അതിലൊക്കെ മക്കളുണ്ട്. നോക്കി നിൽക്കെ ഇന്നലെ വരെ യജമാനത്തിയായി കണ്ട സ്ത്രീ ഇന്ന് ഭാര്യയായി. വലിയ സമ്പത്തുമൊക്കെ അദ്ദേഹത്തിന് കൈവന്നു. അങ്ങനെ അദ്ദേഹം പഴയ ജോലി ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം കോടീശ്വരനായി. അങ്ങനെ ഈ കച്ചവട യാത്രയിൽ അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയ വഴിക്ക് ക്രിസ്ത്യാനികളെ പരിചയപ്പെട്ടു. അന്ന് അറേബ്യയിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളും തിന്മകളും ഒക്കെ പെരുകുന്ന കാലത്ത് വേറിട്ട ഒരു സമൂഹത്തെ കണ്ടു. വിഗ്രഹാരാധന ഇല്ലാത്ത, ഏകദൈവത്തെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ കണ്ട് തങ്ങളുടെ ഗോത്രാചാരങ്ങളെയൊക്കെ വെറുത്തിട്ട് അദ്ദേഹം അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വീടിനടുത്തുള്ള ഹിറ എന്നറിയപ്പെടുന്നൊരു ഗുഹയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം പോലൊരു അനുഭവം കണ്ടു. ഒരു പുരുഷൻ വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ഞെരുക്കി, എന്നിട്ട് പറയുകയാണ്, വായിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞെരുക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് വായിക്കാൻ അറിയില്ല. വായിക്കുക എന്നതിൻ്റെ അറബി പ്രയോഗമാണ് ഇഖ് അറ. അപ്പോൾ എന്താ ഈ വന്ന ആൾ പറഞ്ഞ ഇഖ് അറ, അതിൽ നിന്ന് ഖുറാൻ എന്ന പദം വരുന്നത് ഇഖ് അറ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മ അനബി ഇഖ്രീൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. ഇതാണ് ഖുറാനിലെ ആദ്യത്തെ വചനം. അത് ഇന്നത്തെ ഖുറാനിലെ 96-ാം അധ്യായത്തിലാണ്. അപ്പോൾ വായിക്കാൻ പറഞ്ഞുകൊണ്ട് ആ പുസ്തകം ആരംഭിക്കുന്നു. 96-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ഭയചകിതനായി അദ്ദേഹം ഭാര്യയുടെ അടുത്തെത്തി. അപ്പോൾ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് വിളിച്ചുകൊണ്ടുപോയി. തൻ്റെ കസിൻ ബറക്ക എന്നു പേരുള്ള ഒരാളുണ്ട്, നൗഫലിൻ്റെ പുത്രനായ ബറക്കത്ത് ഇബ്നു നൗഫൽ എന്ന് പറയാം അറബിയിൽ. അയാളൊരു മാന്ത്രിക പ്രയോഗം നടത്തുന്ന ക്രൈസ്തവനായിരുന്നു, കടമറ്റോ എന്നൊക്കെ പറഞ്ഞു. ചെന്ന് പറഞ്ഞു, നിൻ്റെ സഹോദരൻ ദാ ഭയപ്പെട്ടു വന്നിരിക്കുന്നു, നീ ഒന്ന് സംസാരിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ പറയും, സുഹൃത്തെ, നീ കണ്ടത് ജിബ്രീൽ എന്ന ദൂതനെയാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം അയച്ചൊരു ദൂതനെയാണ് കണ്ടത്. നീ ഒരു പ്രവാചകനാണ്. നിനക്ക് പൂർണ്ണ പ്രവാചകലബ്ധി ലഭിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാനും നിന്നെ അനുഗമിക്കും. ഇവിടെ നിന്നാണ് AD 570 ജനിച്ച ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ പ്രവാചകലബ്ധി. അതൊരു AD 613 കാലത്താണ്, ക്രിസ്തുവിന് 613 കൊല്ലത്തിന് ശേഷം. ഇപ്പം മുഹമ്മദ് പ്രവാചകനാണെന്ന് പറഞ്ഞ ആരാ? ആദ്യം പറഞ്ഞു കൊടുത്ത ആരാ? അദ്ദേഹത്തിൻ്റെ സഹോദരനായ, ഭാര്യയുടെ സഹോദരനായ, കസിനായ ബറക്ക എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒബാമയുടെ ഒക്കെ പേര് കേട്ടില്ല. ബറഖ്, നമ്മുടെ ബാരൂക്ക് ഉണ്ടല്ലോ ബൈബിളിൽ, അതിൽ നിന്നാണ് ബറഖ് എന്ന പേര് കേട്ടത്. അപ്പോൾ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ലോക ചരിത്രത്തിൽ സ്വന്തം അളിയൻ പ്രവാചകനാക്കിയ ആളാണ് മുഹമ്മദ്. കളിയാക്കി പറഞ്ഞല്ല, നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെയൊക്കെ ഒരു അളിയനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ? നിങ്ങൾ പിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ പ്രവാചകരാക്കണ്ട, മനുഷ്യനായിട്ടൊന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇത് ചിരിക്കാൻ പോലുള്ളൊരു ത്രാണിയില്ല. നിങ്ങൾ പിണങ്ങുന്നോർത്താ. ഒറ്റയ്ക്കാണോ വന്നേ? കുടുംബമായിട്ടാണോ? ചിരിക്കണ്ട, വീട്ടിൽ വിഷയമാകും, പോട്ടെ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം പ്രവാചകനായിട്ട് അംഗീകരിച്ചു. അവിടുന്ന് അദ്ദേഹത്തിന് പിന്നെ കിട്ടിയ ഈ ദൂതൻ ഇറക്കിക്കൊടുത്ത ആശയങ്ങളുടെ സമാഹാരമാണ് ഖുറാൻ. നമ്മുടെ കയ്യിൽ വരുന്ന ഖുറാൻ 114 അധ്യായമാണ്. ആ 114 അധ്യായം 2ആയി തിരിക്കും. ഒന്ന് മക്കയിൽ വെച്ച് കിട്ടിയത്, 2 അമ്മ വീടായ മദീനയിൽ വെച്ച് കിട്ടിയത്. മക്കയിൽ വെച്ച് 90 എണ്ണവും മദീനയിൽ വെച്ച് 24 അധ്യായം കിട്ടി. ഇതാണ് ഖുറാൻ. അപ്പോൾ പണ്ഡിതന്മാരുടെ വാദം, മോശ പ്രവചിച്ചു പണ്ട്. ആവർത്തനം 18:18 മോശ പ്രവചിച്ചു, യഹോവയായ ദൈവം എന്നെപ്പോലൊരു പ്രവാചകനെ
നിങ്ങൾക്ക് അയച്ചു തരും, നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അത് മുഹമ്മദാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് നിങ്ങൾക്ക് അയച്ചു തരും. ആ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് മുഹമ്മദാണ്. മനസ്സിലായോ? അവരുടെ വാദം പിടികിട്ടിയല്ലോ. അതിനാ നിങ്ങളെ കണ്ടേച്ച് പറയുന്നേ, ഞങ്ങൾക്ക് യേശുവിനെ ഇഷ്ടമാണ്. യേശു പ്രവാചകനാ, മോശ പ്രവാചകനാ, ദാവൂദ് പ്രവാചകനാ. ആ പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒരു അന്ത്യപ്രവാചകൻ വരും. ആ പ്രവാചകൻ പറയുന്നതാണ് പരമപ്രധാനം എന്ന് പറഞ്ഞ് ഈ മുഹമ്മദിനെ പ്രൊജക്റ്റ് ചെയ്യും. അതിന് പറ്റുന്ന കുറേ വാക്യങ്ങളും ഇതിൽ നിന്നെടുക്കും. ആ സ്ട്രാറ്റജി മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ആദ്യത്തെ മറുചോദ്യം, സുഹൃത്തെ സമ്മതിച്ചു, ആദ്യം തിരിച്ചു ചോദിക്കേണ്ടത് ഈ മുഹമ്മദ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആവർത്തനം 18:18 പറയുന്നത് എന്നെ പറ്റിയാണെന്ന് മുഹമ്മദ് എവിടെങ്കിലും പറഞ്ഞു? ക്വസ്റ്റ്യൻ 1. എങ്ങുമില്ല. കൊണ്ടേ ഖുറാനിൽ നിന്ന് കാണിക്കും, ഇല്ല. 2, യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ് പാരാക്ലീറ്റോസ്, ആശ്വാസപ്രദൻ ഞാനാണെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? ഖുറാനിൽ എവിടെ? അതും ഇല്ല. മനസ്സിലായോ? അവർക്കിട്ട് തിരിച്ചുള്ള മറുപടി മനസ്സിലായോ? അപ്പോൾ മുഹമ്മദ് പറയാത്ത, ഖുറാനിലില്ലാത്ത ഒരവകാശവാദം നിങ്ങൾ പറയുക വഴി അന്ത്യപ്രവാചകനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളും അപ്പുറത്തേക്ക് പോയി. അടുത്തവർ പറയാൻ പോകുന്നത് നമ്മുടെ ബൈബിളിനെ ഭാഗ്യമായിട്ട് അംഗീകരിക്കും. അവർ പഞ്ചഗ്രന്ഥങ്ങളെ വിളിക്കും തൗറത്ത്, സങ്കീർത്തനങ്ങളെ വിളിക്കും സബൂർ, സുവിശേഷങ്ങളെ വിളിക്കും ഇഞ്ചീൽ. പക്ഷെ ഒന്നുകൂടി പറയും, നമ്മുടെ കയ്യിലിരിക്കുന്ന സങ്കീർത്തനം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇഞ്ചീൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന തൗറത്ത് തിരുത്തപ്പെട്ടു. മനുഷ്യൻ കൈ കടത്തി അതിനാ മുമ്പേ പറഞ്ഞ തരത്തിലെ വൈരുദ്ധ്യം പോലെയുള്ള ഭാഗങ്ങൾ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ എന്ത് പറയണം? ഓക്കെ, വാദത്തിന് അംഗീകരിക്കാം. എന്ത് കാര്യത്തിന് വേണ്ടി ആര് എന്ന് തിരുത്തി? ചോദ്യം 1. തെളിവ് തരണം. കാരണം നിങ്ങൾ തന്നെ പറയുന്നത് അള്ളാഹ് കൊടുത്ത ഇതല്ല. അള്ളാഹ് മൂസായിക്ക്, അതായത് മോശയ്ക്ക് പഞ്ചഗ്രന്ഥങ്ങളും ദാവൂദിന് സങ്കീർത്തന സബൂറും ഈസാ നബിക്ക് ഇഞ്ചീലും കൊടുത്തു. അള്ളാഹ് കൊടുത്ത സാധനം ദുർബലനായൊരു മനുഷ്യൻ തിരുത്തുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ബൈബിൾ തുറക്കാനേ സമ്മതിക്കരുത്. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് പറയണം. ഉത്തരം തരാൻ പറ്റില്ല. അടുത്തത്, ഒരു ലോജിക്ക് നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാം. ബൈബിൾ തിരുത്താനാവില്ല. അതിൻ്റെ കാരണം പറയട്ടെ. തിരുത്താനാകാത്തത് ദൈവികമായതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വേറെ കാരണം പറയാം. IPC-കാരൻ തിരുത്തിയാൽ AG-കാരൻ സമ്മതിക്കുമോ? കളി കൈയിരിക്കട്ടെ എന്ന് പറയല്ലേ? വേണ്ട, മാറ്റി IPC-യുടെ ഈ സെൻറ്റർ തിരുത്തിയാൽ മതി, കളി അങ്ങ് മാറും. അടുത്ത സെൻറ്ററുകാരൻ കയറി പ്രശ്നം ഉണ്ടാക്കും അല്ലേ? നമുക്കാണോ പ്രശ്നമില്ലാത്തത് അല്ലേ? യാക്കോബക്കാരൻ തിരുത്തിയാൽ ഓർത്തഡോക്സുകാരെ സമ്മതിക്കില്ല, ഓർത്തഡോക്സുകാരൻ തിരുത്തിയാൽ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ തിരുത്തിയാൽ ഒത്തിരി ഉപവിഭാഗങ്ങളുള്ള സമൂഹം നമ്മളല്ലേ? തിരുത്താൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പഴയ നിയമത്തിൽ നമ്മൾ തിരുത്തു വരുത്തിയാൽ യഹൂദൻ സമ്മതിക്കുമോ? നമ്മളായിട്ട് ഒരു ബന്ധമില്ല, അവന് സമ്മതിക്കുമോ? ഇല്ല. യഹൂദൻ തിരുത്തിയാൽ അവനെ തിരുത്തിയത് കൈവെക്കാം, നമ്മൾ സമ്മതിക്കുമോ? ഇതെങ്ങനെ പറ്റും? ലോജിക്ക് മനസ്സിലായോ? നമ്മളെ വ്യത്യസ്ത ഉപവിഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന യഹൂദ ക്രൈസ്തവ സമൂഹം ഒരു കൂട്ടായി എടുത്ത ആലോചനയുടെ ഫലമായിട്ടല്ലാതെ തിരുത്ത് നടക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ, അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിൻ്റെ 300 കൊല്ലം മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുന്ന 39 പുസ്തകം അടങ്ങുന്ന പഴയ നിയമമില്ലേ? ഈ പഴയ നിയമം മുഴുവൻ ഗ്രീക്കിൽ മൊഴി മാറ്റിയിരുന്നു പരിഭാഷ. അതിന് പേരാ സെപ്റ്റുവജന്റ്. ഏത് പുസ്തകം പോയി തിരുത്തും, കാരണം ഇത്രയും പരിഭാഷയാണ്, ഇത്രയും പ്രതികളാണ്. നമ്മൾ ഒരു നോട്ടീസ് പ്രിൻ്റ് ചെയ്തു, ആ നോട്ടീസിൽ ഗുരുതരമായ അക്ഷരത്തെറ്റ്, 10,000 കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 10,000 എടുത്ത് പോയി തിരുത്തേണ്ടി വരും. അപ്പോഴും ചിലയിടത്തത് വിജയിക്കാതെ വരും. അങ്ങനെയെങ്കിൽ
തിരുത്തി എന്ന് നിങ്ങൾ പറയുന്ന പുസ്തകത്തിൻ്റെ ഒറിജിനൽ ലോകത്ത് ഒരു കോപ്പിയെങ്കിലും കാണും? ഉണ്ടോ? ഇല്ല. അതും സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒന്ന് ബൈബിള് തിരുത്തി എന്ന വാദം യുക്തിസഹജമായി തെളിയിക്കാൻ അവർക്ക് സാധിക്കില്ല. രണ്ട്, ബൈബിളിൽ പറയുന്ന ആ പ്രവാചകൻ മുഹമ്മദാണെന്ന് മുഹമ്മദ് എവിടെയും പറഞ്ഞിട്ടില്ല. മൂന്ന്, യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ് മുഹമ്മദാണെന്ന് മുഹമ്മദ് എവിടെയും പറഞ്ഞിട്ടില്ല. പകരം മുസ്ലിം പണ്ഡിതന്മാർ അവയെ ചേർത്തിണക്കി ക്രൈസ്തവരെ തെറ്റിക്കാൻ ഇത്തരത്തിൽ കൊണ്ടുവരികയും നമ്മുടെ കൂടെ നിന്ന് ധാരാളം ആളുകൾ പ്രഥമദൃഷ്ട്യാ തെറ്റിദ്ധരിച്ച് ഈ വഴി വിട്ടുപോവുകയും ചെയ്യുന്നു. ഇതാണ് യാഥാർത്ഥ്യം.